ഇന്ത്യയുടെ ഏറ്റവും നല്ല അയൽക്കാരായിരുന്നു ബംഗ്ലാദേശും മാലിയും. ബംഗ്ലാദേശിന് വലിയ കടപ്പാടുള്ള രാജ്യം കൂടിയായിരുന്നു ഇന്ത്യ. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് ബംഗ്ലാദേശിൽ. മുൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയതോടെയാണ് ഇന്ത്യ വിരുദ്ധ വികാരം ബംഗ്ലാദേശിൽ മറനീക്കി പുറത്തു വന്നത്. ശത്രുവിന്റെ മിത്രവും ശത്രുവെന്ന ലോക തത്വമാണ് ഈ ഇന്ത്യ വിരുദ്ധ നീക്കത്തിനുള്ള കാരണം. ബംഗ്ലാദേശിൽ ആളിക്കത്തിയ കലാപങ്ങളിൽ ഒരു കാരണം ഇന്ത്യയായിരുന്നു. നാടുവിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന നേതാവായിരുന്നു. ബീഗം ഖാലിദാസിയുടെ BNPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഇതിന് വളം വെച്ചു കൊടുത്തതോടെ ഇന്ത്യ വികാരം ബംഗ്ലാദേശിൽ ഒരു തീക്കാറ്റായി മാറി. ഒടുവിൽ ഇസ്കോൺ എന്ന സംഘടനയും ഇസ്കോൺ സന്യാസിമാരെയും ബംഗ്ലാദേശിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നുള്ള കലാപങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇസ്കോൺ വിരുദ്ധ നീക്കത്തിന്റെ പേരിൽ ബംഗ്ലാദേശിൽ ഇന്ത്യക്കാരായ ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇസ്കോൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി തന്നെ കോടതിയെ സമീപിച്ചെങ്കിലും ധാക്ക ഹൈക്കോടതി കേസിൽ അനുകൂലമായ തീരുമാനം എടുത്തില്ല. ആളിക്കത്തുന്ന പ്രശ്നത്തിൽ ഇസ്കോൺ പ്രസ്ഥാനത്തെ പറ്റിയുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇസ്കോൺ പ്രസ്ഥാനം? ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇസ്കോൺ. 500ഓളം പ്രധാന കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ, ഗ്രാമീണ കമ്മ്യൂണിറ്റികൾ, 100ഓളം അനുബന്ധ വെജിറ്റേറിയൻ റെസ്റ്റോറന്റുകൾ, ആയിരക്കണക്കിന് പ്രാദേശിക മീറ്റിംഗ് ഗ്രൂപ്പുകൾ, വൈവിധ്യമാർന്ന കമ്മ്യൂണിറ്റി പ്രൊജക്ടുകൾ കൂടാതെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സഭാംഗങ്ങൾ എന്നിവയൊക്കെ അടങ്ങിയതാണ് ഈ പ്രസ്ഥാനം. 1966 ന്യൂയോർക്ക് സിറ്റിയിൽ സ്വാമി പ്രഭുപാദയാണ് ഇസ്കോൺ സ്ഥാപിച്ചത്. ഇസ്കോൺ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ പെടുന്നതാണ്. വൈദിക അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിനുള്ളിലെ ഏകദൈവ പാരമ്പര്യമാണിത്. ദാർശനികമായി ഇത് സംസ്കൃത ഗ്രന്ഥങ്ങളായ ഭഗവത്ഗീതയും ഭഗവത് പുരാണത്തെയും അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തോടുള്ള അവരുടെ സ്നേഹത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ്. ഭക്തിപരമായ ഭക്തിയോഗ പാരമ്പര്യത്തിന്റെ ചരിത്രപരമായ ഗ്രന്ഥങ്ങളാണിവ. സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ ചൊല്ലിയുള്ള പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു സന്യാസി കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ അക്രമം നടന്നതായും റിപ്പോർട്ടുണ്ട്. ചട്ഗാവിലാണ് ക്ഷേത്രങ്ങൾക്ക് നേരെ അക്രമം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലെ ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൊൽക്കത്തയിൽ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷന് നേരെ നടന്ന ആക്രമണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗ്ലാദേശ് തിരിച്ചടിച്ചത്. ബാരിക്കേഡുകൾ തകർത്ത പ്രതിഷേധക്കാർ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷന് മുന്നിൽ ബംഗ്ലാദേശ് പതാക കത്തിച്ചെന്നും ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനൂസിന്റെ കോലം കത്തിച്ചെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. തർക്കം തുടരുമ്പോൾ ഉന്നത തലത്തിലെ ചർച്ചയിലൂടെ പ്രശ്നം തീർക്കണമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ഇന്ത്യ വിരുദ്ധർക്ക് ആ രാജ്യത്തിന്റെ ചരിത്രം മാപ്പ് കൊടുക്കുമോ? എന്താണ് ബംഗ്ലാദേശിന്റെ ചരിത്രം? അവർ എന്തുകൊണ്ടാണ് ഇന്ത്യയോട് കടപ്പെട്ടിരിക്കുന്നത്? ലോകയുദ്ധ ചരിത്രത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായൊരു പോരാട്ടത്തിലൂടെയായിരുന്നു പാകിസ്ഥാന്റെ കയ്യിലായിരുന്ന ഇന്ത്യ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത്. ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നവർ ഈ ചരിത്രം എന്തുകൊണ്ടാണ് മറക്കുന്നത്? മതത്തിന്റെ പേരിൽ ഒരു രാജ്യം നിലനിൽക്കുമെന്ന് കരുതിയിരുന്ന പാകിസ്ഥാന്റെ തെറ്റിദ്ധാരണകളിൽ നിന്നാണ് ബംഗ്ലാദേശിന്റെ കഥ തുടങ്ങുന്നത്. 1947 ഇന്ത്യ വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം 2 കഷ്ണങ്ങളായാണ് നിലവിൽ വന്നത്. ഒന്ന് ബംഗാളി സംസാരിക്കുന്നവരുടെ കിഴക്കൻ പാകിസ്ഥാൻ, 2 പഞ്ചാബിയും ഉറുദുവും സംസാരിക്കുന്നവരുടെ പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിരുന്നു. സമ്പത്തിലും പട്ടാളത്തിലും ഒക്കെ അധികാരവും സ്വാധീനവും പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആയിരുന്നു. ബംഗ്ലാദേശികൾ എല്ലാ തരത്തിലും പിന്നോക്കവുമായിരുന്നു. ബംഗാളി സംസാരിക്കുന്നവർക്ക് മേൽ ഉറുദു അടിച്ചേൽപ്പിച്ചതടക്കം നിരവധി വിഷയങ്ങളിൽ ബംഗ്ലാദേശികൾ അസ്വസ്ഥരായി കഴിഞ്ഞിരുന്ന കാലം. 1970 നവംബറിലെ ഭോല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച സമയം. 3 ലക്ഷം ബംഗ്ലാദേശികൾ മരിച്ചെങ്കിലും പാകിസ്ഥാൻ സർക്കാർ കാര്യമായ ദുരിതാശ്വാസം ഒന്നും അവർക്ക് നൽകിയിരുന്നില്ല. ഇതോടെ ബംഗ്ലാദേശിന് സ്വയം ഭരണാവകാശം വേണമെന്ന ആവശ്യമുയർത്തി സമരം ആരംഭിച്ചു. ഈ സമരം പിന്നീട് സ്വാതന്ത്ര്യ സമരമായി പരിണമിച്ചു. പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശ് സമരത്തെ അടിച്ചമർത്താൻ ശ്രമം ആരംഭിച്ചു.
സുൽഫിക്കർ അലി ഭൂട്ടോയും മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മുജീബ് റഹ്മാന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും സർക്കാർ രൂപീകരിക്കാൻ പട്ടാളം അനുവദിച്ചില്ല. 1971 മാർച്ച് 25-ന് പാകിസ്ഥാൻ പട്ടാളം നടപടി ആരംഭിച്ചു. ആയിരക്കണക്കിന് നിരപരാധികളെ പാക് പട്ടാളം കൊന്നൊടുക്കി. ഗ്രാമങ്ങളിലടക്കം അതിഭീകരമായ പട്ടാള നടപടി ആരംഭിച്ചതോടെയാണ് ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ കൊൽക്കത്തയിലേക്ക് പലായനം ചെയ്തത്. 10 ലക്ഷം പേരാണ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയിരുന്നത്. ഇന്ത്യയിൽ ബംഗ്ലാദേശിനോടുള്ള വികാരം സഹതാപ തരംഗമായി. മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സർക്കാരിന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഏകപക്ഷീയമായൊരു ആക്രമണം നടത്താൻ ഇന്ത്യൻ മിലിറ്ററി തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത്. എയർഫീൽഡുകൾ ആക്രമിച്ചതോടെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് ഇന്ത്യൻ മിലിറ്ററി മുന്നേറി. 11 ദിവസത്തിനകം ഇന്ത്യൻ മിലിറ്ററി ധാക്ക വളഞ്ഞു. പാകിസ്ഥാന് സർവ്വ പിന്തുണയുമായി അമേരിക്ക രംഗത്തുണ്ടായിട്ടും പാകിസ്ഥാന് ഇന്ത്യൻ മിലിറ്ററിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. 15 ലക്ഷത്തോളം പാവപ്പെട്ട ബംഗ്ലാദേശികളെ പാക് പട്ടാളം കൊന്നൊടുക്കിയിരുന്നു. ബംഗ്ലാദേശികൾ ഇന്ത്യൻ സേനയെ രക്ഷകരായി പ്രഖ്യാപിച്ചു. 1972 ജനുവരി 12-ന് മുജീബ് സർക്കാർ അധികാരത്തിലെത്തിയതോടെ ബംഗ്ലാദേശ് എന്നൊരു രാജ്യമുണ്ടായി. ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയിൽ ഉണ്ടായ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ പുതുതലമുറ ഒരുപക്ഷെ ഈ ചരിത്രം മറന്നുപോയിട്ടുണ്ടാകാം. പക്ഷേ യുദ്ധകാലത്തുണ്ടായിരുന്ന ഇപ്പോഴത്തെ ഭരണാധികാരിയായ മുഹമ്മദ് യൂനസെങ്കിലും ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും.